അങ്കമാലിയിലെ കൊച്ചു ദേവസ്യ കുഞ്ഞേലി പരമ്പരയിലുള്ള സാധാരണ കാർഷിക കുടുംബമാണ് മൂലൻസ് ഫാമിലി. 1904 ഏപ്രിൽ 23 ജനിച്ച കുഞ്ഞു വറീദ് കാലടി കണ്ണപ്പള്ളി കുടുംബത്തിലെ ത്രേസിയെ വിവാഹം ചെയ്തു. വറീദ് മൂലൻ ദൂരദർശിയും നവോത്ഥാന ചിന്താഗതിയുമുള്ള ഒരു കർഷകനായിരുന്നു. ദൈവഹിതത്താൽ അവരുടെ സഹജീവിതത്തിൽ 5 മക്കൾ, 3 ആൺമക്കളും 2 പെൺമക്കളും. രണ്ടാമത്തെ മകനായ ദേവസ്യക്കുട്ടി പിതാവിനൊപ്പം കൃഷിപ്പണിയിലും സഹായിയായി. 1950 ദേവസ്യക്കുട്ടി നീലേശ്വരത്തെ അറക്കോ കുടുംബത്തിലെ ഏലിക്കുട്ടിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 7 മക്കൾ, 4 ആൺമക്കളും 3 പെൺമക്കളും. വറീദ് അക്കാലത്ത് കരിയിടൻ വറീദുമായി ചേർന്ന് പലചരക്ക് കടയും തുടങ്ങി. രണ്ടാമത്തെ മകനായ വർഗീസ് മൂലൻ ചെറുപ്പത്തിൽ തന്നെ പ്രഭാതത്തിൽ കാളകളെ കൂട്ടി വയലിലേക്ക് പോയി ജോലികൾ നോക്കി തുടർന്ന് സ്കൂളിലേക്കും വൈകുന്നേരങ്ങളിൽ അപ്പൂപ്പന്റെ പലചരക്ക് കടയിൽ സഹായിയുമായിരുന്നു. വീട്ടിലെത്തുന്നത് പലപ്പോഴും രാത്രിയോടെ. ഈ സാഹചര്യത്തിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വർഗീസിന് കച്ചവടത്തിൽ ഒരുപാട് പ്രാവീണ്യം ലഭിച്ചു. പഠന കാലയളവിൽ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. 1977 ഡിഗ്രി പഠനം പൂർത്തിയാക്കി മദ്രാസിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജോലി നേടി. 2 വർഷത്തിന് ശേഷം 1979 സന്തൂൽ ഇന്ത്യ എന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് കടന്നു. ജോലിയുടെ ഭാഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വന്നു. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സന്യാസിയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ലഡാക്കിലെ ഹെമിസ് ഗോംബയിൽ 2 മാസത്തോളം സന്യാസ ജീവിതം നയിച്ചു. ആ അനുഭവം വർഗീസിന് ഒരു പുതിയ ഉൾക്കാഴ്ചയും ജീവിത വീക്ഷണവും നൽകി. തുടർന്ന് ജീവിതം ഒരു തിരക്കഥ മാറുന്ന പോലെ മുന്നോട്ട് നീങ്ങി. ജോലി സംബന്ധമായി മുംബൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് ദൈവദൂതൻ പോലെ പരിചയപ്പെട്ട ഒരു അറബ് വ്യവസായി വർഗീസിന്റെ ജീവിതത്തിൽ നിർണായകമായി. 1951 ഇന്റർവ്യൂവിലൂടെ ദമാമിലെ അൽസാലെ ഗ്രൂപ്പിൽ മാനേജറായി ജോലി ലഭിച്ചു. ഇടയ്ക്ക് കിട്ടിയ 2 വർഷത്തെ അവധിക്കിടെ നാട്ടിലെത്തി വർഗീസിന്റെ വിവാഹവും നടന്നു. ഇടപ്പള്ളി പള്ളിപ്പാടൻ വീട്ടിൽ നിന്നുള്ള കോളേജ് അധ്യാപിക മാർഗരറ്റ് ആണ് വധു. വർഗീസ് മാർഗരറ്റ് ദമ്പതികൾക്ക് 1984 വിജയ് എന്ന ആൺകുഞ്ഞും 1990 ജയശ്രീ എന്ന പെൺകുഞ്ഞും ജനിച്ചു. 4 വർഷത്തെ സമ്പാദ്യം കൂട്ടിച്ചേർത്ത് സൗദിയിലുള്ള സുഹൃത്തുക്കളോടൊപ്പം ഖാലിദ് അൽസാലയുടെ പിന്തുണയോടെ 1985 സൗദിയിൽ വിജയ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. സൂപ്പർ മാർക്കറ്റിന്റെ വിജയത്തെ തുടർന്ന് വർഗീസ് മൂലനിലെ ബിസിനസ് നൈപുണി തിരിച്ചറിഞ്ഞ ഖാലിദ് അൽസാലയുടെ നേതൃത്വത്തിൽ ഫിലിപ്പൈൻ തായ്ലൻഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആരംഭിക്കുന്നു. ഇങ്ങനെ ഒരു കാർഷിക കുടുംബത്തിലെ പരിശ്രമശീലനായ യുവാവിൽ നിന്ന് അന്തർദേശീയ ബിസിനസ് രംഗത്ത് പതിച്ച ഒരു സംരംഭകനായി വർഗീസ് മൂലൻ വളർന്നു. ആദ്യകാലങ്ങളിൽ വിതരണത്തിനായി വർഗീസ് മൂലൻ തന്നെയാണ് സ്വന്തം വാഹനം ഓടിച്ച് ചരക്കുകൾ എത്തിച്ചിരുന്നത്. തുടർന്ന് സെയിൽസിലേക്ക് കമ്പനിയിലേക്ക് നിയമിച്ച ആദ്യ മലയാളിയായി പത്തനംതിട്ടക്കാരൻ വിജയൻ നായരെത്തി. ഇന്നും വിജയത്തിന്റെ ഓരോ നിമിഷത്തിലും അദ്ദേഹം വർഗീസിനൊപ്പം തന്നെയാണ്. റോയ്സൺ ആന്റണിയും മാനേജറായി വർഗീസിനൊപ്പം 33 വർഷമായി ഉണ്ട്. അതിനുശേഷം നാട്ടിൽ നിന്ന് ആളുകളെ സെയിൽസ് ടീമിലേക്ക് കൊണ്ടുവന്നു. സഹോദരന്മാരെയും സൗദിയിലെത്തിച്ച് ഖാലിദ് അൽസാലയുടെ കമ്പനികളിൽ വിവിധ ചുമതലകൾ ഏൽപ്പിച്ചു. 1983-84 കാലഘട്ടത്തിൽ ദേവസി മൂലൻ വിസ ബിസിനസ്സിൽ പങ്കാളിയാകാനുള്ള അവസരം ലഭിച്ചു. താൽപര്യമുള്ള നാട്ടുകാരിൽ നിന്നുള്ള പണം ശേഖരിച്ച് വിസയ്ക്കുള്ള അഡ്വാൻസ് തുക പങ്കാളിക്ക് കൈമാറി. അതിനിടെ വാടകയ്ക്കെടുത്തിരുന്ന കടയിരിക്കുന്ന കെട്ടിടം വാങ്ങാനുള്ള അവസരം വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന പണം കൊണ്ട് ദേവസി മാർക്കറ്റ് റോഡിലെ ആ മുഴുവൻ കെട്ടിടവും കിടങ്ങൂരിൽ വരുമാനം ലഭിക്കുന്ന 2 ഏക്കർ കൃഷിഭൂമിയും സ്വന്തമാക്കി. കൂടാതെ പലചരക്ക് കടയോടൊപ്പം റേഷൻ കടയും ആരംഭിച്ചു. പിന്നീട് വിസ ലഭിക്കാതിരുന്നതോടെ ആളുകൾ പണം തിരികെ ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ ദേവസി ഈ തുകയ്ക്ക് വാങ്ങിയ വരുമാനമുള്ള കെട്ടിടവും കൃഷിഭൂമിയും വിൽക്കാതെ വരുമാനമില്ലാത്ത തറവാട് വീട് വിറ്റ് എല്ലാവർക്കും പലിശ സഹിതം പണം മടക്കി നൽകി. ദേവസ്യ മൂലന്റെ ബുദ്ധിപരമായ ഈ നീക്കത്തിലൂടെ മൂലൻസ് കുടുംബത്തിന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുകയും കുടുംബത്തിന് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്തു. 2001 സൗദിയിൽ വിദേശ നിക്ഷേപ ലൈസൻസ് നിയമം പാസായപ്പോൾ
അതിന്റെ ആദ്യ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി വർഗീസ് മൂലന് ലഭിച്ചു. തുടർന്ന് 100% സ്വന്തം ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി സൗദിയിൽ ആരംഭിച്ചു. പിന്നീട് വ്യവസായം നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ദുബായ്, ഒമാൻ, ഓസ്ട്രേലിയ, USA എന്നിവിടങ്ങളിൽ വർഗീസ് മൂലന്റെ സംരംഭക സാന്നിധ്യം ശക്തമായി. ഇതോടൊപ്പം സൗദി ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേക ബഹുമതിയും അദ്ദേഹം നേടി. 2010 വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ കാഴ്ചപ്പാടുകളിലെ വൈവിധ്യം കാരണം ദേവസിയുടെ അനുമതിയോടെ സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ വർഗീസ് മൂലൻ തീരുമാനിച്ചു. വർഗീസ് ഖാലിദ് അൽ സാലെയുമായി ചേർന്ന് തുടങ്ങിയ വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് കമ്പനിയിൽ വർഗീസ് ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളും തോട്ടങ്ങളും ഗൾഫിലെ വിതരണ ശൃംഖലകളും 2010 4 വീതിച്ച് അതിൽ 3 ഭാഗവും സഹോദരങ്ങൾക്ക് വിഭജിച്ചു നൽകി. തുടർന്ന് സ്വന്തം ആശയങ്ങളും ദൂരദർശനവും കൈമുതലാക്കി അദ്ദേഹം മുന്നേറി. വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറിയുമായും ഔദ അൽ സഹറാനിയുടെ കമ്പനിയും തമ്മിലുള്ള ബിസിനസ് ഇടപാടുകൾ സംബന്ധിച്ച് നിലനിന്നിരുന്ന ലാഭവിഹിതം നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്റെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്ന വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരം അനുബന്ധ തുക ഔദ അൽ സഹറാനി വർഗീസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സമർപ്പിച്ചു. വീണ്ടും പുതിയൊരു തുടക്കമെന്ന നിലയിൽ 2010 മൂലൻസ് എക്സ്പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറി സ്ഥാപിതമായി. പ്രാരംഭ വിദ്യാഭ്യാസം മിഡിൽ ഈസ്റ്റിലും ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെ അമേരിക്കയിലും ശേഷം UK-യിൽ MBA പൂർത്തിയാക്കിയ മകൻ വിജയ് കമ്പനിയിൽ ഡയറക്ടറായി ചാർജ് എടുത്തു. പിന്നീട് ഖാലിദ് അൽ മാരി കൂട്ടുകെട്ടിൽ പുതിയൊരു തുടക്കവുമായി. കഠിന പ്രയത്നത്തിലൂടെയുള്ള പുതിയൊരു തുടക്കത്തിന്റെ വിജയപാതയിൽ 2012 TB ജംഗ്ഷനിലുള്ള പഴയ സൂപ്പർ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങി റീറ്റെയിൽ സെക്ടറിലേക്കുള്ള ചുവടുവെപ്പ് തുടർന്നു. വ്യക്തിജീവിതത്തിൽ വർഗീസിന്റെയും ജെയിനിന്റെയും കുടുംബത്തിലെ സന്തോഷ നിമിഷമായി 2015 വിജയ് വിവാഹിതനായി. വധു ഇടപ്പള്ളി തായങ്കരി വീട്ടിൽ ഡേവിസ് സോഫിയ ദമ്പതികളുടെ മകൾ കാശ്മീര. ഇവർക്ക് ഒരു മകൾ മന്ത്ര. 2016 മകൾ ഡോക്ടർ ജയശ്രീ ഡോക്ടർ കിരൺ നായരെ വിവാഹം ചെയ്തു. ഇവർക്ക് ശ്രേയ എന്ന മകൾ. ഇപ്പോൾ കുടുംബം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താമസിക്കുന്നു. ആർ മാധവൻ സംവിധാനം ചെയ്ത നമ്പി നാരായണന്റെ ബയോഗ്രാഫിക്കൽ ചിത്രമായ റോക്കറ്ററി മികച്ച പ്രേക്ഷക സ്വീകരണം നേടി 2022 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഇന്ന് വർഗീസ് മൂലന്റെ ദീർഘദർശനമാണ് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയ്ക്കപ്പുറം സിനിമ, റിയൽ എസ്റ്റേറ്റ്, ഓർഗാനിക് ഗാർഡൻ, റിസോർട്ട്, കനേഡിയൻ മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ചോപ്പ് ഷോപ്പ് എന്നിവയിലേക്കും വ്യാപ്തി എത്തിയിട്ടുണ്ട്. അങ്കമാലി ഇൻഡസ്ട്രിയ ഏരിയയിൽ 1.5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക ടെക്നോളജിയിൽ പുതിയ ഫാക്ടറി വരുന്നു. ദമാം സൗദി അറേബ്യയിൽ 2 ഏക്കർ സ്ഥലത്ത് പുതിയ വെയർഹൌസിന്റെ പണി പുരോഗമിക്കുന്നു. വിജയിന്റെ ഭാര്യ കാശ്മീരയുടെ നേതൃത്വത്തിലുള്ള DNA ഡയമണ്ട് ജ്വല്ലറിയും മൂലൻസ് പെട്രോകെമിക്കൽസ് എന്ന പേരിൽ ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകളും പുതിയ നേട്ടങ്ങളാണ്. നിർധനരായ 263 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു. 40 കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടക്കുന്നു. സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ടവർക്ക് നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി. വികസനത്തോടൊപ്പം നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ മുന്നേറ്റത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മുഖമുദ്രയാണ്. മുന്നേറ്റത്തിന്റെ പുതിയ പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.